സത്യമല്ലേ അബിയേട്ട പറഞ്ഞത്? അമ്മുവിനെ ചതിക്കാനും അമ്മുവിനോട് കള്ളം പറയാനും അബിയേട്ടന് കഴിയോ? അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ഇല്ല എന്ന് തലകുലുക്കി. എനിക്കറിയാം എൻ്റെ അബിയേട്ടൻ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നും തന്നെ അബിയേട്ടൻ ചെയ്യില്ലെന്നും എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ എന്നെങ്കിലും ആ വിശ്വാസം തെറ്റായിരുന്നു എന്ന് അമ്മുവിന് തോന്നിയാ? അവൾ ബാക്കി പറയാതെ നിർത്തി. തോന്നിയാ? അവൻ യാന്ത്രികമായി അവളോട് ചോദിച്ചു. അത് കേട്ടതും എന്തിനോ അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. തോന്നിയാ അന്ന് അബിയേട്ടൻ ഇപ്പം കാണുന്ന അമ്മുവിനെ ആയിരിക്കില്ല കാണുന്നത്. അബിയേട്ടനോട് ചിരിച്ചും കുസൃതി കാണിച്ചും നടക്കുന്ന അമ്മുവിനെ ആയിരിക്കില്ല കാണുന്നത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞതും അവൻ്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. അതെന്താടി, നീ അപ്പം അന്യൻ്റെ പെങ്ങളാകുമോ? അവൾ പറയുന്നത് കേട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പേടി തോന്നിയെങ്കിലും പുറമേ അത് കാണിക്കാതെ അവൻ തമാശ രീതിയിൽ തന്നെ അവളോട് ചോദിച്ചു. പോ അബിയേട്ടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സാഹചര്യവും പ്രശ്നങ്ങളും ആണല്ലോ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറ്റുന്നത്. അതാ ഞാൻ പറഞ്ഞേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെൻ്റെ അബിയേട്ടന് അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ പിന്നെ അബിയേട്ടൻ്റെ അമ്മവും മാറില്ല. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു. അമ്മു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. നീ എന്തെങ്കിലും എന്നെ വെറുക്കുവോ? എന്നെ വേണ്ടെന്ന് വെക്കുവോ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തിനാ ഞാൻ എൻ്റെ അബിയേട്ടനെ വേണ്ടെന്ന് വെക്കുന്നേ? അങ്ങനെ എൻ്റെ അബിയേട്ടനെ വേണ്ടെന്ന് വെച്ച് പോകാൻ അമ്മുവിന് പറ്റുമോ? ഒരിക്കലും ഇല്ല. എൻ്റെ അബിയേട്ടനെ വെറുക്കാനോ മറക്കാനോ വേണ്ടെന്ന് വെച്ചിട്ട് പോകാനോ ഒരിക്കലും അമ്മുവിന് കഴിയില്ല. കാരണം ഈ അമ്മുവിൻ്റെ നെഞ്ചിൽ മുഴുവൻ ഈ അബിയേട്ടൻ മാത്രമാണ്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രണയത്തോടെ പറഞ്ഞു. അത് കേട്ട് എന്തുകൊണ്ടോ അവൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നി. അവളെല്ലാം അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അവന് യാതൊരു നിശ്ചയവും ഇല്ലായിരുന്നു. ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിനിടയിൽ ഒരിക്കലും അവളത് അറിയരുതെന്ന് അവന് തോന്നി. അവളെ നഷ്ടപ്പെടുന്നത് അവന് ഓർക്കാൻ പോലും കഴിയില്ലായിരുന്നു. അബിയേട്ടാ, എന്താ ചിന്തിക്കുന്നേ? അവൻ എന്തോ ആലോചനയിൽ ഇരിക്കുകയാണെന്ന് മനസ്സിലായതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ലടാ, എൻ്റെ അമ്മുവിനെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എന്നോർത്തതാ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും ചിരിച്ചു. അതിനെൻ്റെ അബിയേട്ടനെ വിട്ടിട്ട് ഞാൻ പോകുന്നില്ലല്ലോ. അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ലമ്മോ, ഒന്നിൻ്റെ പേരിലും ആർക്കു വേണ്ടിയും നീ എന്നിൽ നിന്നും അകലാൻ ഞാൻ സമ്മതിക്കില്ല. മരണത്തിന് മാത്രമേ നിന്നെ എന്നിൽ നിന്നും ഇനി പിരിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. അബിയേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങിക്കോട്ടെ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങിക്കോട്ടോ? അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ കട്ടിലേക്ക് കിടന്നതും അവനും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് കിടന്നു. പിന്നെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തന്നിൽ നിന്നും അവൾ ഉറക്കത്തിൽ പോലും അകലരുതെന്ന വാശിയോടെ. എന്നാൽ അവൻ്റെ മനസ്സിൽ എന്താണെന്നും സത്യങ്ങൾ എന്താണെന്നും അറിയാതെ അവൾ അവനെയും ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. അശ്വിൻ, സിദ്ധിക്ക്, എൻ്റെ മോൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അശ്വിൻ. അവൾ നിന്നെ സ്നേഹിച്ചിരുന്നു. നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾക്ക്. സിദ്ധുവിൻ്റെ വാക്കുകൾ അവൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരുന്നു. അതോർത്തതും അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഒരു വേള ആ ശബ്ദം അവന് പോലും സ്വയം കേൾക്കുന്നത് പോലെ അവന് തോന്നി. ഞാനൊന്നും അറിഞ്ഞില്ല. ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്വയം ചിന്തിച്ചു. എന്തിനോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സിദ്ധി, നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നോട്? ആ മനസ്സിൽ ഞാനുണ്ടെന്ന് ഒരു തവണയെങ്കിലും നിനക്കെന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? നീ എന്നെ നോക്കുമ്പോഴും ചിരിക്കുമ്പോഴും കുട്ടിത്തം നിറഞ്ഞ ആ മുഖത്തും കണ്ണുകളിലും പ്രണയമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഒരു കുട്ടിക്കളി പോലെ ഞാനതൊക്കെ എടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ടും അവസാനമായിട്ടും എന്നോട് സോറി എന്നൊരു വാക്ക് മാത്രമാണ് പറഞ്ഞിട്ട് പോയത്. അതെന്തിനാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൻ സ്വയം ചിന്തിച്ചു. എന്തോ വല്ലാത്തൊരു വിഷമം അവനെ പൊതിയുന്നത് പോലെ അവന് തോന്നി. എന്തൊക്കെയോ ഭാരം അവൻ്റെ നെഞ്ചിലിരിക്കുന്നൊരു ഫീൽ. അങ്ങനെ എന്തൊക്കെയോ അവന് തോന്നിയിരുന്നു. ഞങ്ങൾ സിദ്ധിയുടെ കാര്യം അന്വേഷിക്കാൻ കോളേജിൽ വന്നപ്പോൾ ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നാൽ ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ കുട്ടി പറഞ്ഞത് നീയും സിദ്ധിമോളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നാ. സിദ്ധു പറഞ്ഞത് ഓരോന്നും അവൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. ഏത് പെൺകുട്ടി? അതാരായിരിക്കും അവരോട് അങ്ങനെ പറഞ്ഞത്? മനഃപൂർവ്വം അവരുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൊടുത്തത് എന്തിനായിരിക്കും? അതുകൊണ്ട് എന്തായിരുന്നു കാണും അവളുടെ നേട്ടം? എങ്ങനെയാണ് ഇതൊന്ന് അന്വേഷിക്കുന്നത്? ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഇതാരാണെന്ന് എങ്ങനെയൊന്ന് അറിയുന്നത്? ഓരോന്നോർത്തതും അവൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ അവന് തോന്നി. അശ്വിൻ, സിദ്ധി മരിക്കാൻ കാരണം നീയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അമ്മുവിനെ സ്നേഹിച്ചത് ആ വാശിക്കാണ്, നിന്നോടുള്ള വാശിക്ക്. നിന്റെ പെങ്ങളെ വെച്ച് നിന്നോട് പകരം ചോദിക്കാൻ എന്ന രീതിയിലാണ് ഞാൻ അവളോട് സ്നേഹം കാണിച്ചത്. സിദ്ധു അമ്മുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തതും അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. സിദ്ധുവിനോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. എൻ്റെ മോളെ അവൻ സ്നേഹിച്ച് വലയിലാക്കിയതായിരുന്നു.
ഇതൊക്കെ അവളറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവൾ പ്രതികരിക്കാൻ പോകുന്നത്? ഇതൊക്കെ അവളുടെ മനസ്സിന് താങ്ങാൻ കഴിയുമോ? ചതിക്കാൻ വേണ്ടിയായിരുന്നു സിദ്ധു അവളെ സ്നേഹിച്ചതെന്ന് അറിയുമ്പോൾ അവളവനെ വെറുക്കുമോ? അതോ എല്ലാം മറന്നിട്ട് അവനോട് ക്ഷമിക്കുമോ? അശ്വിൻ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് വെളുപ്പിന് സിദ്ധു എന്തോ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് അമ്മു. അവൻ ഒന്നുകൂടി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നെ അവളുടെ നെറുകയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. ഒന്നും വ്യക്തമല്ലാത്തൊരു സ്വപ്നം. സിദ്ധിയും ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിൽ. എൻ്റെ മോള് മരണത്തിന് ശേഷം ഇന്ന് അവളെ സ്വപ്നത്തിൽ കാണുന്നത്. എന്നോട് പിണക്കമാണോ മോളെ? സത്യം കണ്ടെത്താത്തതിൽ എൻ്റെ മോളെ ഉപദ്രവിച്ചത് ആരാണെന്ന് ഏട്ടൻ കണ്ടെത്തി അവർക്ക് ശിക്ഷ കൊടുക്കാത്തതിൽ മോൾക്കേട്ടനോട് ദേഷ്യമാണോ? അതോ അമ്മുവിനെ ആദ്യം തെറ്റിദ്ധരിച്ച് ചതിക്കാൻ ശ്രമിച്ചതിലുള്ള പരിഭവമാണോ മോൾക്ക് എന്നോട്? അതുകൊണ്ടാണോ ഇത്രയും നാൾ മോളെ ഏട്ടനെ കാണാൻ സ്വപ്നത്തിൽ പോലും വരാഞ്ഞത്? ഏട്ടനോട് പിണങ്ങല്ലേ മോളെ? തെറ്റ് പറ്റിപ്പോയി ഏട്ടന്. എന്നോട് പിണങ്ങല്ലേ? അച്ഛനെ അമ്മയും മോള് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. എല്ലാം ഒരു നിമിഷത്തിൽ നഷ്ടമായി എൻ്റെ മനസ്സിൽ തോന്നിയ ദേഷ്യവും വാശിയും ഒക്കെയായിരുന്നു മോളെ അമ്മുവിനെ ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ ചെയ്ത തെറ്റോർത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അമ്മു സത്യങ്ങളൊക്കെ അറിയുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പോലും ഏട്ടനറിയില്ലടാ. ഇവളെ എനിക്ക് നഷ്ടമായാൽ എൻ്റെ അമ്മു എന്നെ വെറുത്താൽ പിന്നെ സിദ്ധു ഉണ്ടാവില്ല. അവൻ ദൃഢനിശ്ചയത്തോടെ മനസ്സിൽ പറഞ്ഞു. പിന്നെ തൻ്റെ നെഞ്ചിൽ തലവെച്ചൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ചൂടിൽ എപ്പോഴോ അവനും മയങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ സിദ്ധു എഴുന്നേറ്റിട്ടും അമ്മ നല്ല ഉറക്കമായിരുന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും പതിയെ തലയിണയിലേക്ക് കിടത്തിക്കൊണ്ട് എഴുന്നേറ്റു. പിന്നെ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. ഡ്രസ്സ് ചെയ്തിട്ട് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങിയതും അശ്വിൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്നതാണ് കണ്ടത്. സിദ്ധു അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ അശ്വിൻ്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചതും ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അശ്വിൻ. എന്താണെന്നുള്ള അർത്ഥത്തിലൊന്ന് തിരിഞ്ഞു നോക്കി. അശ്വിൻ, താൻ എന്തിനാടോ എന്നോട് ഇങ്ങനെ? ഞാനെല്ലാം തന്നോട് തുറന്നു പറഞ്ഞതല്ലേ. അമ്മുവിനോട് എനിക്ക് ഇപ്പോഴും ദേഷ്യവും വാശിയും കാണിക്കാനാണെങ്കിൽ എനിക്ക് അതൊന്നും തന്നോട് തുറന്നു പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ഞാൻ തന്നോടെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ചത്. എന്നിട്ടും തനിക്കെന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ? സിദ്ധു വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ എങ്ങനെയാ സിദ്ധു സാർ നിങ്ങളോട് ക്ഷമിക്കേണ്ടത്? അതെൻ്റെ പെങ്ങളാ. എനിക്കൊരു മകളുണ്ടെങ്കിൽ എങ്ങനെയാണോ അവളെ ഞാൻ സ്നേഹിക്കുന്നത് അതുപോലെയാണ് ഞാൻ എൻ്റെ അമ്മുവിനെ സ്നേഹിച്ചിട്ടുള്ളത്. സാറിൻ്റെ പെങ്ങളെ സാറും അങ്ങനെ തന്നെയായിരിക്കില്ലേ സ്നേഹിച്ചത്? ഏതൊരു ആങ്ങളെയും തൻ്റെ പെങ്ങളെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെയാണ് സാർ. അപ്പോൾ എനിക്കത് മറക്കാനോ പൊറുക്കാനോ സാധിക്കില്ല. ശരിയാ സാർ, എന്നോട് മാപ്പ് ചോദിച്ചു. ഇപ്പോൾ സാറിൻ്റെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇനിയൊരു പക്ഷേ സാർ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിലോ? ഇപ്പോഴും ഞാൻ തന്നെയാണ് സാറിൻ്റെ പെങ്ങളെ ഇല്ലാതാക്കിയതെന്ന് സാർ വിശ്വസിച്ചിരുന്നെങ്കിൽ അപ്പോൾ സാർ ഈ കണക്ക് കൂട്ടിയതുപോലെയൊക്കെ നടത്തിയേനെ അല്ലേ? എന്നോടുള്ള വാശിയും ദേഷ്യമൊക്കെ അവളോട് കാണിച്ചേനെ അല്ലേ സാർ? അശ്വിൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും സിദ്ധുവിനെ തിരികെ അവനോട് പറയാൻ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അറിയുമ്പോൾ അവൾ എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് സാർ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവളുടെ മനസ്സെങ്ങനെയാണ് വേദനിക്കുന്നതെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അശ്വിൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ സത്യങ്ങൾ അറിയില്ല. അശ്വിൻ പറയാതെ അവൾ ഒരിക്കലും ഇതൊന്നും അറിയാൻ പോകുന്നില്ല. സിദ്ധു തിരികെ അവനോട് മറുപടി പറഞ്ഞതും അശ്വിൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. സിദ്ധു അവൻ്റെ പുച്ഛത്തോടെയുള്ള ചിരി കണ്ട് സംശയത്തോടെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കി. എത്ര നാൾ സാർ അവളിൽ നിന്നും സത്യങ്ങളൊക്കെ മറച്ചു വയ്ക്കും? നിങ്ങൾ എത്ര തന്നെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അതൊക്കെ പുറത്തു വരും. എങ്ങനെയും അവൾ ഇതൊക്കെ അറിയും. അശ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സിദ്ധു സംശയത്തോടെ അവനെ നോക്കി. സാറ് പേടിക്കണ്ട, ഞാനൊരിക്കലും ഇതൊന്നും അവളോട് പറയില്ല. അത് സാറിനെ പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് അവളോട് തുറന്നു പറയാൻ കഴിയില്ല. കാരണം എനിക്കറിയാം അമ്മുവിന് സാറിനോടുള്ള സ്നേഹം, വിശ്വാസം അതൊക്കെ വെറും പൊള്ളയായിരുന്നു എന്ന് അവൾക്ക് തോന്നിയാ അവൾ ചിലപ്പോൾ എൻ്റെ അമ്മു ഇല്ല, എനിക്കത് ഓർക്കാൻ കൂടി കഴിയില്ല. അതുകൊണ്ട് ഞാനായിട്ട് ഒരിക്കലും അവളെ സത്യങ്ങൾ അറിയിക്കില്ല. അവൻ സിദ്ധുവിനെ നോക്കി പറഞ്ഞതും സിദ്ധു ഒന്നും തന്നെ മിണ്ടിയില്ല. സിദ്ധുവിന് അവൻ്റെ സാറെന്നുള്ള വിളി കേട്ട് വല്ലാത്ത വിഷമം തോന്നി. അളിയ എന്ന് വിളിച്ച നാവിൽ നിന്നും വീണ്ടും സാറെന്ന് കേട്ടതും വല്ലാത്തൊരു അകൽച്ച അവർക്കിടയിൽ ഉണ്ടായതുപോലെ അവന് തോന്നിയിരുന്നു. സിദ്ധുവിന് അവിടെ നിൽക്കാൻ തന്നെ വല്ലാത്തൊരു മടുപ്പ് തോന്നി. അശ്വിൻ, ഞാൻ അമ്മുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോട്ടെ? സിദ്ധു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ നെറ്റിച്ചുളിച്ചു. അങ്ങനെയല്ലല്ലോ ചടങ്ങ്. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ചടങ്ങനുസരിച്ച് 3 ദിവസം കഴിയുമ്പോൾ പെൺകുട്ടിയെ പയ്യൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ തന്നെ കൊണ്ടാക്കാറാണ് പതിവ്. അശ്വിൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്കറിയാം, പക്ഷേ എനിക്കെന്തോ അശ്വിൻ എന്നോട് പഴയതുപോലെ സംസാരിക്കാൻ ഒരു മടുപ്പ് കാണിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല. സിദ്ധു വിഷമത്തോടെ അവൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അശ്വിനെ നോക്കി പറഞ്ഞു. അതിപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അവൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടിട്ട് സിദ്ധുവിന് വല്ലാത്ത വിഷമം തോന്നി. തൻ്റെ ഭാഗത്താണ് തെറ്റ്, ശരിയാണ്. പക്ഷേ അശ്വിൻ കാണിക്കുന്ന ഈ അകൽച്ച അതവന് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. അതെ, അളിയന്മാർ തമ്മിൽ രാവിലെ തന്നെ എന്താ ചർച്ച? പെട്ടെന്ന് പുറകിൽ നിന്നും അവളുടെ സൗണ്ട് കേട്ടതും സിദ്ധു അശ്വിനെ ഞെട്ടി. അവർ രണ്ടുപേരും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. അവളെന്തെങ്കിലും കേട്ട് കാണുമോ എന്നുള്ള സംശയം രണ്ടുപേരിലും ഉണ്ടായിരുന്നു.
ഇതെന്താ നിങ്ങൾ രണ്ടുപേരും എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നേ? ഇനി തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കരുതി അവൾ സ്വയം ഒന്ന് നോക്കിയതിന് ശേഷം അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു. അവളുടെ വർത്തമാനം കേട്ടതും അവൾ ഒന്നും തന്നെ കേട്ടിട്ടില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അഭിയേട്ടാ, എന്താ എന്താ ഇങ്ങനെ നോക്കുന്നേ? തന്നെ നോക്കി നിൽക്കുന്ന അഭിയെ നോക്കി അവൾ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, നീ എഴുന്നേറ്റോ? അവൻ സംശയത്തോടെ തിരികെ അവളെ നോക്കി ചോദിച്ചതും അവൾ ചിരിച്ചു. എൻ്റെ അഭിയേട്ടാ, എഴുന്നേറ്റതുകൊണ്ടല്ലേ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നേ? രാവിലെ തന്നെ എന്താ കിളി പോയോ അഭിയേട്ടാ? അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്ന് ചോദിച്ചു. അത് കേട്ട് അഭി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, ഇന്നലെ പരസ്പരം ഒന്നും മിണ്ടാതെ നിന്ന അളിയന്മാര് ഇന്ന് ഭയങ്കര ചർച്ചയിലാണല്ലോ. എന്താ കാര്യം? കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, അളിയൻ ഇങ്ങനെ പറയുകയായിരുന്നു നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോട്ടേന്ന്. അപ്പോൾ ഞാൻ അളിയനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാ നമ്മുടെ ചടങ്ങുകളെയൊക്കെ പറ്റി. അശ്വിൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അഭിയേട്ടാ ഇപ്പം അങ്ങനെയൊക്കെ തോന്നാൻ? നമുക്ക് നാളെ പോവാലോ. പിന്നെന്താ ഇപ്പോൾ ഇന്ന് തന്നെ പോകണമെന്ന്? മുത്തശ്ശിക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏയ്, അങ്ങനെയൊന്നുമില്ല അമ്മോ. ഞാൻ ചുമ്മാ അശ്വിൻ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നീയും അമ്മയും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടൊക്കെ അവൻ അവളോട് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അതിനെന്താ അഭിയേട്ടാ, ഞാനും അമ്മയും പോരെ അഭിയേട്ടനെ സംസാരിക്കാൻ? അവൾ എളിയിൽ കൈകുത്തി കുറുമ്പോടെ അവനോട് ചോദിച്ചു. അത് കണ്ട് അവയൊന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അളിയാ, എനിക്ക് പോകാൻ ടൈമായി. അശ്വിൻ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. പോയിട്ട് വരാം മോളെ. അശ്വിൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പോയിട്ട് വരാൻ പറഞ്ഞു. എന്താ പറ്റി അഭിയേട്ടാ? അശ്വിൻ പോയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ലടി, രാവിലെ എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ നിന്നും കിസ് കിട്ടിയില്ലല്ലോ. പിന്നെ ഇന്നലെ രാത്രിയിൽ ഒരു ഉമ്മ പോലും തന്നതും ഇല്ല നീ. അതുകൊണ്ടാ ഒരു ഉഷാറില്ല. കുസൃതിയോടെ അവളുടെ ചുണ്ടിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. പിന്നെ അവൻ്റെ മുഖം കുറച്ച് ചരിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. മതിയോ മിസ്റ്റർ സിദ്ധാഭിഷേക്? അവൾ കുറുമ്പോടെ അവനോട് ചോദിച്ചു. തൽക്കാലം ഇത് മതി, ബാക്കി ഞാൻ രാത്രിയിൽ എടുത്തോളാം. ഇന്ന് ക്ഷീണമെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടല്ലോ. അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തിവെച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ഒന്നുകൂടി ചുംബിച്ചു. എന്തോ അവളുടെ ആ കുറുമ്പിൽ കുസൃതിയിൽ എല്ലാ ടെൻഷനും അലിഞ്ഞില്ലാതെയായി പോകുന്നത് പോലെ അവന് തോന്നി.